യസ്യാന്തന്നാദിമത്യം നഹി കരചരണം നാമ ഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീ നാകാരം നൈവകാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൗനവ്യാഖ്യാ പ്രകടിതപരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ. ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാ രാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. വേദാന്താർത്ഥവിഭാസകായ യതയേ ശാന്തായ സന്യാസിനെ നാനാവാദിനഗേന്ദ്രസംഘപവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്തദിവാകരായ ഭഗവത്പാദാഭിധാം ബിഭ്രതേ. തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണ്ണായ ബോധാത്മനെ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാ. അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം കരുണാപൂർണസുധാബ്ധേ കബളിതഘനവിശ്വരൂപ. കിരണാവല്യാ അരുണാചലപരമാത്മൻ അരുണോ ഭവ ചിത്തകഞ്ച സുവികാസായ. ത്വയ്യരുണാചല സർവം ഭൂത്വാ സ്ഥിത്വാ പ്രലീനമേതച്ഛിത്രം. ഹൃദ്യഹമിത്യാത്മതയാ നൃത്യസി ഭോസ്തേ വദന്തി ഹൃദയം നാമ. അഹമിതി കുത ആയാതീത്യന്വിഷ്യാന്തഃ പ്രവിഷ്ടയാത്യമലധിയാ അവഗമ്യ സ്വം രൂപം. ശാമ്യത്യരുണാചലത്വയി നദീവാബ്ധൗ. ത്യക്ത്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാന്തസ്ത്വാം. ധ്യായൻ പശ്യതി യോഗീ ദീതിമരുണാചലത്വയി മഹീയം തേ. ത്വയ്യർപ്പിതമനസാ ത്വാം പശ്യൻ സർവം തവാകൃതിതയാ സതതം. ഭജത്തെ അനന്യപ്രീത്യാ സജയത്യരുണാചലത്വയി സുഖേ മഗ്നഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം. ഹ്യഹമഹമിതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വതാ മജ്ജതാ വാ പവനചലനരോധാത് ആത്മനിഷ്ഠോ ഭവത്വം. ബാല്യാദിഷ്വപി ജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനം അഹം ഇത്യന്തഃസ്ഫുരന്തം സദാ. സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ ഭദ്രയാ മുദ്രയാ. തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ. ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഭൂരംഭാംസ്യനലോ അനിലോ അംബരമഹർനാഥോ ഹിമാംശുഃ പുമാൻ. ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം. നാന്യത്കിഞ്ചന വിദ്യത്തെ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോ. തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ. ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. യസ്മാജ്ജാതമിദം ജഗച്ഛ സകലം. യസ്മാജ്ജാതം ജഗത്സർവം യസ്മിന്നേവ പ്രലീയതേ. ഏനേദം ധാര്യത്തെ ചൈവ തസ്മൈ ജ്ഞാനാത്മനേ നമഃ. ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശം, ലക്ഷ്യം എല്ലാവർക്കും തന്നെ ഈ കാര്യത്തിൽ ഒരു ഭേദമില്ല. എല്ലാവർക്കും
തന്നെ പൂർണ്ണമായ തൃപ്തിയാണ്. തൃപ്തി എന്നോ സുഖം എന്നോ അഥവാ ശാന്തി എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അതിനെ മനുഷ്യൻ പലതിലുമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരയാത്ത ആളുകൾ ആരുമില്ല. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വീണാൽ ഉടനെ കരയണത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ഒരു പൂർണ്ണതയ്ക്കായിട്ട്, അല്ലെങ്കിൽ സുഖം. പേര് മാത്രം വേറെ. എന്തോ ഒരു അനുഭവം നമുക്കറിയാം. അറിയാത്ത ഒന്നിനെ നമ്മൾ തിരയില്ല, അല്ലേ? കൊമ്പുള്ള മുയലിനെ നമ്മൾ ആരും തിരയില്ല. അതില്ല എന്നുള്ളതുകൊണ്ട് ആരും തിരയില്ല. പക്ഷേ നമ്മൾ തിരയണ വസ്തു സുഖം അഥവാ ശാന്തി, അഥവാ പൂർണ്ണത്വം. ഇതിനെ ലോകത്തിലൊക്കെ അന്വേഷിച്ച് നടന്ന് അവസാനം അല്പമൊന്നും അടുക്കുമ്പോഴാണ് നമ്മൾ മതം അഥവാ ഈശ്വര വിഷയമായിട്ടുള്ള കാര്യങ്ങളിൽ, റിലീജിയൻ, അവിടെ ഒന്ന് പരത്തി നോക്കണത്. അവിടെയുള്ളവർ എന്തൊക്കെ പറയണോ, അവിടെ വല്ലതും ഈ വസ്തുവിനെ കിട്ടുമോ പൂർണ്ണമായ തൃപ്തി എന്ന് അന്വേഷിച്ച് നോക്കണത്. അപ്പോഴും ഈശ്വരനെ പിടിച്ചാൽ കാര്യം നടക്കും. അപ്പൊ ഈശ്വരൻ എവിടെയാ? ഈശ്വരൻ സ്വർഗത്തിലാണ്, വൈകുണ്ഠത്തിലാണ്, കൈലാസത്തിലാണ്. എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചു അഥവാ അങ്ങനെ കൽപ്പിച്ചു. എന്നിട്ട് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള യത്നം അങ്ങനെ കുറെ കാലം നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തുള്ള അന്വേഷണം മുഴുവൻ അസ്തമിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഒരു ജീവന് യഥാർത്ഥത്തിൽ ഗുരുവിന്റെ ആവശ്യം വരണത്. പുറത്തുള്ള സകല അന്വേഷണങ്ങളും പരാജയപ്പെടുമ്പോൾ ഈശ്വരനടക്കമുള്ള പുറത്തുള്ള സകല അന്വേഷണങ്ങളും പരാജയപ്പെടുമ്പോൾ, കാരണം പുറത്തൊരു ഈശ്വരനെ കൽപ്പിച്ച് വിദൂരത്തിൽ എവിടെയോ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് എവിടെയോ ഇരിക്കുന്ന ഒരാളായിട്ടും, നമ്മൾ ഭയപ്പെടേണ്ട ആളായിട്ടും, നമുക്ക് ദുഃഖങ്ങളെ അപ്പപ്പ തരുന്ന ആളായിട്ടും ഒക്കെ കൽപ്പിച്ച് അതും പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ഇനി എന്താ, എല്ലാ വാതിലും അടഞ്ഞു. ഇനി സുഖത്തിന് എവിടെ കിട്ടും? എന്നാ സുഖം ലോകത്തിലൊട്ടും കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട്, ധാരാളം. ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ആർക്കില്ല? ആർക്ക് പറയാം ഇല്ല എന്ന്? ജനിച്ചു വീണ കുട്ടിക്ക് കരഞ്ഞ ഉടനെ പാല് കൊടുത്തു, സുഖം, തൃപ്തി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കരയും. അതേപോലെ തന്നെ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ സുഖമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പോയി. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചപ്പോൾ ഒരു സുഖം, കുറച്ച് കഴിയുമ്പോൾ അത് പോയി. ഒരു കുട്ടിയെ ഉണ്ടായില്ല എന്നും ദുഃഖിച്ചു, കുട്ടി ഉണ്ടായപ്പോൾ ഒരു സുഖം, കുറച്ച് കഴിയുമ്പോൾ അത് പോയി. അപ്പോ ഇതിനാണ് ഭഗവാൻ ഗീതയില് ആഗമാപായിനഃ അനിത്യാഹ, വരിക പോവുക, അതാണ് ആഗമാപായിനഃ. സുഖം വരും, സുഖം പോകും. അപ്പൊ വരുമ്പോ ഒരു സുഖം, പോകുമ്പോ അപാരമായ ദുഃഖം. ഇതൊന്നും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കേണ്ട, നമ്മളുടെ ഒക്കെ അനുഭവം. എത്ര കണ്ട് സുഖിപ്പിച്ചു അത്ര കണ്ട് ദുഃഖിപ്പിച്ചിട്ട് പോകും. അതിന്റെ സുഖത്തിന്റെ അത്രയും ആനുപാതികമായിട്ട് ദുഃഖമുണ്ടാവും, ഡിപ്രഷൻ. അപ്പോ ഇതൊക്കെ മതിയാക്കിയിട്ടാണ് ഈ ജീവൻ ഇനി ഈ വസ്തുവിനെ എവിടെ തരിയും എന്നുള്ളൊരു ഘട്ടം വരുമ്പോ അപ്പോഴാണ് സദ്ഗുരുവിന്റെ ആവശ്യം വരണത്. ഗുരു എന്ന് പറയണത് ഒരു തത്വം, ഗുരു എന്ന് പറയണത് ഒരു വ്യക്തിയല്ല. ഭഗവാൻ രമണ മഹർഷി മനോഹരമായിട്ട് പറയും, ഗുരു എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ തത്വം പുറമേക്ക് അലഞ്ഞുകൊണ്ട് നടക്കുന്ന മനസ്സിനെ ഉപദേശം കൊണ്ട് അന്തർമുഖമാക്കണം. അന്തർമുഖമാക്കിയാൽ പിന്നെ പുറമേക്കുള്ള ഗുരു ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ഗുരുവിലൂടെ പ്രവർത്തിച്ച ആ ചിത്ശക്തി ഉള്ളിലിരുന്ന് അന്തർമുഖമായ മനസ്സിനെ ആകർഷിച്ച് ഹൃദയത്തിലടക്കും. ഇത് അനുഭവൈക വേദ്യം. ഇത് അനുഭവം കൊണ്ടേ അറിയേണ്ട വിഷയം. പുറമേക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സ് അന്തർമുഖമാക്കാൻ ഒരു ബാഹ്യ ഗുരു. അന്തർമുഖമായ മനസ്സിനെ ആ ഗുരുതത്വം, ചിത്ശക്തി ആകർഷിച്ച് ഹൃദയത്തിൽ അടക്കണോ, അടക്കിയാൽ പരിപൂർണത. പൂർണ്ണതയെ അന്വേഷിക്കുകയേ വേണ്ട. പൂർണ്ണത ഇവിടെ ഇപ്പോ, സാധന കൊണ്ട് നേടിയതല്ല. പൂർണ്ണം ഏതെങ്കിലും അനുഷ്ഠാനം കൊണ്ട് നേടിയതല്ല. ഒരു അനുഷ്ഠാനത്തിലും പൂർണ്ണത്വത്തിൽ